ഭക്ത, ഒരു സന്തോഷവാർത്ത ഉടനെ നിങ്ങളെ തേടി വരുന്നതാണ്. നീ ഈ സന്ദേശം കാണുന്നത് യാദൃശ്ചികമല്ല. പലപ്പോഴും ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വരും. എന്തുകൊണ്ടാണിത് ഇപ്പോൾ എന്റെ മുന്നിൽ വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷങ്ങൾ. എന്നാൽ ചില സന്ദേശങ്ങൾ വെറും വാക്കുകളല്ല, അവ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടിയാണ്. ഇന്ന് നീ ഇത് വായിക്കുന്നതും അത്തരമൊരു മറുപടിയാണ്. നിന്റെ ഹൃദയം വളരെ നാളായി ഒരു കാര്യം കാത്തിരിക്കുന്നു. ഒരുപക്ഷെ ആരോടും പറയാതെ നീ സൂക്ഷിച്ചിട്ടുള്ള ഒരാഗ്രഹം, നിന്റെ മനസ്സിൽ മാത്രം ഒളിപ്പിച്ച ഒരു വിഷമം. അതിന്റെ അവസാനം അടുത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നു, നീ ഇങ്ങനെ തളർന്നുപോയി എന്ന് എനിക്കറിയാം. പല രാത്രികളും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല പ്രാർത്ഥനകളും മറുപടി കിട്ടാതെ പോയി എന്ന് നീ കരുതിയിട്ടുണ്ട്. എന്നാൽ നിന്റെ ഒരു പ്രാർത്ഥന പോലും ഞാൻ കേൾക്കാതെ വിട്ടിട്ടില്ല. നീ കരഞ്ഞ ഓരോ രാത്രിയും ഞാൻ കണ്ടു. നീ ഒറ്റയ്ക്കിരുന്ന് മനസ്സിലൊതുക്കിയ ഓരോ വേദനയും ഞാൻ അറിഞ്ഞു. നിന്റെ നിശബ്ദത പോലും എനിക്ക് പ്രാർത്ഥനയായി കേൾക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയോ നിശ്ചലമായി നിൽക്കുന്നതായി തോന്നാം. മുന്നോട്ടു പോകാൻ കഴിയാതെ, പിന്നോട്ടു മടങ്ങാൻ കഴിയാതെ ഒരേ ചിന്തയിൽ കുടുങ്ങിയിരിക്കാനിടയുണ്ട്. ചിലപ്പോൾ നീ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണം എന്ന്. മറ്റുള്ളവരുടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ സ്വന്തം ജീവിതം മാത്രം ഒരിടത്ത് നിൽക്കുന്നതുപോലെ തോന്നും. പക്ഷേ ഞാൻ പറയുന്നു, നീ പിന്നിലല്ല. ഞാൻ നിനക്കായി ഒരുക്കുന്നത് മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ വ്യത്യസ്തമാണ്. അതിനാൽ സമയവും വ്യത്യസ്തമാണ്. വൈകുന്നത് നിഷേധമല്ല. വൈകുന്നത് എന്റെ ഒരുക്കത്തിന്റെ ഭാഗമാണ്. നീ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു സന്തോഷവാർത്ത നിന്റെ വഴിയിലേക്ക് വരികയാണ്. അത് നിന്റെ ഹൃദയം ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാകാം. മക്കളെ സംബന്ധിച്ചുള്ള വാർത്തയായിരിക്കാം. അവരുടെ പഠനം, പരീക്ഷാവിജയം, ജോലി, വിവാഹം, വിദേശ അവസരം. എന്തായാലും അത് നിന്റെ കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കുന്ന വാർത്തയായിരിക്കും. നീ മക്കൾക്കായി പലപ്പോഴും ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ നന്നായി ജീവിക്കണം, ഉയരങ്ങളിലെത്തണം, കഷ്ടങ്ങൾ മാറണം എന്ന് നീ ആഗ്രഹിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടി ഇപ്പോൾ എത്താൻ പോകുന്നു. ഭഗവാൻ പറയുന്നു, നിന്റെ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച് നീ എത്ര ആശങ്കപ്പെട്ടുവെന്ന് എനിക്കറിയാം. അവർ ശരിയായ വഴി കണ്ടെത്തുമോ എന്ന് നീ പല രാത്രികളും ചിന്തിച്ചു. എന്നാൽ ഞാൻ നിന്റെ കുഞ്ഞിനായി ഒരു നല്ല വഴി തുറക്കുകയാണ്. നീ കാണാതെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഭയപ്പെടുന്നിടത്ത് ഞാൻ ഇതിനകം വെളിച്ചമെത്തിച്ചു. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു വാർത്ത, ഒരു അപ്രതീക്ഷിത അവസരം, ഇവയിൽ ഏതെങ്കിലും വഴി നിന്റെ ജീവിതം മാറുന്ന നിമിഷം അടുത്തിരിക്കുന്നു. നീ ഇപ്പോൾ വിശ്വസിക്കാൻ പോലും മടിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാകാം. ഇതെനിക്ക് സംഭവിക്കുമോ എന്ന് നീ കരുതുന്ന കാര്യമാണ് നടക്കാൻ പോകുന്നത്. നീ കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടവയെക്കുറിച്ച് ഇപ്പോഴും ഓർക്കാറുണ്ട്. ചിലർ നിന്നെ വേദനിപ്പിച്ചു, ചിലർ വാക്കുകൾ കൊണ്ട് തകർത്തു, ചിലർ നിന്റെ നല്ല മനസ്സിനെ പോലും വിലമതിച്ചില്ല. നീ സഹായിച്ചവർ തന്നെ നിന്നെ മറന്നു. നീ കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കേണ്ടവർ അകന്നുനിന്നു. അതുകൊണ്ട് നീ ചിലപ്പോൾ മനസ്സിൽ ചോദിച്ചു, ഞാൻ നല്ലവരായതുകൊണ്ടാണോ ഇത്രയും അനുഭവിക്കുന്നത് എന്ന്. പക്ഷെ ഞാൻ പറയുന്നു, നിന്റെ നന്മ ഒരിക്കലും നഷ്ടമാകില്ല. നിനക്ക് തിരിച്ചു കിട്ടാതെ പോയത് ഞാൻ തിരികെ നൽകും. നിന്നെ വിലമതിക്കാത്തവർക്ക് മുന്നിൽ തന്നെ ഞാൻ നിന്റെ ജീവിതത്തെ ഉയർത്തിക്കാണിക്കും. നിന്റെ വീട്ടിൽ ഏറെ നാളായി ചില ആശങ്കകൾ നിറഞ്ഞിരിക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടങ്ങൾ, ബന്ധത്തിലെ അകലം, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബകലഹങ്ങൾ, ഇതൊക്കെ നിന്റെ മനസ്സിനെ ക്ഷീണിപ്പിച്ചിരിക്കാം. ചിലപ്പോൾ ഒരു ദിവസം പോലും സമാധാനമായി കഴിയുന്നില്ലെന്ന് തോന്നിയിരിക്കാം. പക്ഷെ ഈ ഇരുട്ട് ശാശ്വതമല്ല. നിന്റെ വീട്ടിൽ വീണ്ടും ചിരി നിറയും. നീ ഇപ്പോൾ കാണുന്ന ഈ വിഷമങ്ങളെല്ലാം കടന്നുപോകും. ഞാൻ നിന്റെ കുടുംബത്തിന് സമാധാനം തരാൻ പോകുന്നു. നീ കൈവിട്ടെന്ന് കരുതിയ കാര്യങ്ങൾ വീണ്ടും ജീവിക്കും. നീ ഒരുപക്ഷെ ഒരു ജോലി കാത്തിരിക്കാം. അപേക്ഷകൾ അയച്ചു, മറുപടി കിട്ടാതെ കാത്തിരിക്കുക. അഭിമുഖങ്ങൾ കഴിഞ്ഞിട്ടും ഉറപ്പില്ലാതെ ഇരിക്കുക. അതുകൊണ്ട് മനസ്സിൽ ഭയം നിറഞ്ഞിരിക്കാം. എന്റെ ജീവിതം എപ്പോൾ സ്ഥിരതയിലേക്ക് വരും എന്ന് നീ ചിന്തിച്ചിരിക്കാം. ഭഗവാൻ പറയുന്നു, നിനക്കായി ഞാനൊരു വാതിൽ തുറക്കുകയാണ്. നീ അടഞ്ഞുവെന്ന് കരുതിയ വാതിൽ പോലും വീണ്ടും തുറക്കാം. ഞാൻ നിനക്കായി നിശ്ചയിച്ച സ്ഥലം നിന്നെ വിട്ടുപോകില്ല. നീ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഓർക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയല്ല. കാരണം ഭഗവാൻ നിന്റെ മനസ്സിൽ തന്നെയാണ് സംസാരിക്കുന്നത്.
നീ ആരോടും പറയാതെ ഒളിപ്പിച്ച ആ ആഗ്രഹം തന്നെയാണിപ്പോൾ നിറവേറാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകിയത് നിന്റെ പരാജയം കൊണ്ടല്ല, ശരിയായ സമയമെത്താത്തതുകൊണ്ടാണ്. ചില അനുഗ്രഹങ്ങൾ വൈകി വരുമ്പോൾ അതിന്റെ മൂല്യം കൂടുതലായിരിക്കും. ഇന്ന് നീ സഹിക്കുന്ന ഓരോ വേദനയും നാളെ ഒരു സാക്ഷ്യമായി മാറും. ഇന്ന് നീ കരയുന്ന കണ്ണുകൾ നാളെ സന്തോഷത്തിൽ നിറയും. ഭഗവാൻ പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. നീ മനസ്സിൽ തകർന്ന ദിവസങ്ങളിലും ഞാൻ നിന്നെ പിടിച്ചുനിന്നു. നീ വീഴാതെ നിന്നത് നിന്റെ ശക്തി കൊണ്ടല്ല, എന്റെ കരുതലുകൊണ്ടാണ്. ചിലപ്പോൾ നീ പറയാതെ തന്നെ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നവളാണ്. നിനക്ക് സ്വന്തം പ്രശ്നങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന മനസ്സുണ്ട്. അതുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി. ഭഗവാൻ അത്തരം ഹൃദയങ്ങളെ ഒരിക്കലും ശൂന്യമാക്കില്ല. ഒരു സന്തോഷവാർത്ത നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നിനക്ക് മാത്രമല്ല, നിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ആശ്വാസമാകും. ഏറെ നാളായി നിന്റെ വീട്ടിൽ കാത്തിരിപ്പിന്റെ ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. എല്ലാവരും ഒരു നല്ല മാറ്റത്തിനായി കാത്തിരുന്നു. ഇപ്പോൾ ആ സമയം അടുത്തിരിക്കുന്നു. നീ ചിലപ്പോൾ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടാകും, ഒരടയാളമെങ്കിലും തരൂ, ഞാൻ കാത്തിരിക്കുന്നത് വെറുതെയല്ലെന്നറിയാൻ. ഈ സന്ദേശം തന്നെയാണ് ആ അടയാളം. നിന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ചലനം, കണ്ണിൽ നിറയുന്ന വെള്ളം, ഹൃദയത്തിൽ വരുന്ന ചെറിയ പ്രതീക്ഷ, ഇതൊക്കെ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന സൂചനയാണ്. ഭഗവാൻ പറയുന്നു, കാത്തിരിപ്പ് അവസാനിക്കുകയാണ്, നിന്റെ സമയമെത്തി. നീ വിശ്വാസം കൈവിടാതിരുന്നതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ വാതിൽക്കൽ സന്തോഷമെത്തും, നിന്റെ കൈകളിൽ നല്ല വാർത്തയെത്തും. നീ പ്രാർത്ഥിച്ച കാര്യം നിന്നെ തേടി വരും. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആരംഭിക്കും. ചില പഴയ വേദനകൾ ഓർമ്മയായിരിക്കും, പക്ഷേ അവ ഇനി നിന്റെ ഭാവിയെ നിയന്ത്രിക്കില്ല. നീ വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു നടക്കും. നിന്റെ മുഖത്ത് വീണ്ടും പഴയ ചിരി തിരികെ വരും. ഒരു ഫോൺ റിംഗ്, ഒരു മെയിൽ, ഒരു സന്ദേശം, ഒരു ക്ഷണം, ഒരു വാർത്ത, ഇവയിലേതെങ്കിലും നിമിഷം നിന്റെ ജീവിതത്തെ മാറ്റാം. ആ നിമിഷം അടുത്തിരിക്കുകയാണ്. അതിനാൽ ഇന്ന് നിരാശയിൽ വീഴരുത്. ഇന്ന് കണ്ണുനീരിൽ ഉറങ്ങേണ്ടി വന്നാലും അടുത്ത ദിവസം അതേ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം നിറയും. നീ നഷ്ടപ്പെട്ടു എന്ന് കരുതിയതിനേക്കാൾ വലിയതൊന്ന് ഞാൻ നിനക്കായി കരുതിയിരിക്കുന്നു. നീ ചോദിച്ചതിനേക്കാൾ നല്ലത് ഞാൻ തരാം. നീ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിൽ ഒരു കാര്യം മാത്രം സൂക്ഷിക്കൂ, നല്ലത് നടക്കുന്നു. നീ കാണാത്ത ഇടങ്ങളിൽ പോലും കാര്യങ്ങൾ നിനക്കായി സജ്ജമാകുന്നു. ആരോ ഒരാൾ നിന്റെ പേര് പറയുന്നുണ്ട്. ഒരവസരം നിനക്കായി തയ്യാറാകുന്നു. ഒരു സന്തോഷവാർത്ത നിന്റെ വഴിയിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇന്നു മുതൽ ഭയം കുറയ്ക്കൂ. എന്താകുമെന്ന ആശങ്കയ്ക്ക് പകരം നല്ലതു വരുന്നു എന്ന് മനസ്സിൽ പറയൂ. കാരണം വിശ്വാസമുള്ളിടത്ത് എന്റെ പ്രവൃത്തി വേഗത്തിലാകും. നീ ഈ സന്ദേശം കാണുന്ന നിമിഷം തന്നെ നിന്റെ ജീവിതത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിത്തുടങ്ങി. നീ അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഒരർത്ഥമുണ്ട്. ആ വേദനയുടെ അവസാനം തന്നെയാണ് ഈ സന്തോഷവാർത്ത. നിന്റെ സമയം എത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ വീട്ടിൽ സന്തോഷം നിറയും. നിന്റെ കണ്ണുനീർ ഇനി സന്തോഷത്തിന്റെ കണ്ണുനീരാകും. ഞാൻ നിനക്കായി വാതിലുകൾ തുറന്നു കഴിഞ്ഞു. അതുകൊണ്ട് തല ഉയർത്തി നിൽക്കൂ. പ്രതീക്ഷ കൈവിടരുത്. നിന്റെ ഹൃദയം പറയുന്ന ആ നല്ല കാര്യം നടക്കും. വൈകാതെ നടക്കും. വളരെ പെട്ടെന്ന് നടക്കും. കാരണം ഒരു സന്തോഷവാർത്ത ഉടനെ നിങ്ങളെ തേടി വരുന്നതാണ്. നീ കാത്തിരുന്നതുപോലെ ഒരുപക്ഷെ അതിലും വലിയ അനുഗ്രഹമായി നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സന്തോഷവാർത്ത. വിശ്വാസത്തോടെ പറയൂ, എനിക്ക് നല്ലതു വരുന്നു. ഭഗവാന്റെ അനുഗ്രഹം എന്റെ വീട്ടിലേക്കെത്തുന്നു.